ഇന്ന് നമുക്ക് നല്ലൊരു ഇറച്ചി പൊള്ളിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ ആർക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു പൊള്ളിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം അളവ് കൊടുത്തേക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി. എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതെല്ലാം എടുത്ത് പൊടികളെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് ഇറച്ചി, അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഇറച്ചിയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം കൂടി ചേർക്കുന്നുണ്ട്, മസാലയിൽ ഉപ്പില്ലായിരുന്നല്ലോ അതുകൊണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ബാറ്ററിൻ്റെ റെസിപ്പി നോക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തേക്കണം കേട്ടോ. ഒരു പിടി ചേർത്താൽ മതിയാവും, പൊടിയായിരുന്നത്. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പഴയ ഒരു പാൻ എടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ പോള ഉണ്ടാക്കാൻ വെക്കുന്ന പാത്രം വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയിരുന്ന ഈ ബാറ്റർ പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് വെക്കുക. അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ ഏറ്റവും ലോ ഫ്ലെയിം വേണം വെക്കാൻ. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഇറച്ചിയുടെ മിക്സ് നമുക്കിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ വശത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ബാക്കി അരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. സൈഡ് ചേർത്ത് ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. സൈഡെല്ലാം ഒന്ന് ഫില്ലായി വരണം. അതിനുശേഷം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടെ, നമുക്ക് ടോട്ടൽ 20 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ. അന്നേരം ഇത് അടിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുക. ഇപ്പം ക്യാപ്സിക്കവും ക്യാരറ്റും ഇല്ലെങ്കിലും മല്ലിയില മാത്രമായാലും മതി, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. എന്നിട്ട് അത് അടിഭാഗം നന്നായിട്ട് തേവുന്നവരെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ഈ താഴെ ഭാഗമൊക്കെ നന്നായിട്ട് വിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മളിനി ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു പാനിൽ ആ ഭാഗം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്ര ആയാൽ മാത്രം മതി. നമുക്ക് ടോട്ടൽ എനിക്ക് 20 മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റിയാണ്. നല്ല നമ്മൾ പബ്സും കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും. മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.